മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഏപ്രിൽ 1-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ വായിച്ച് കേൾക്കുന്നു, കർത്താവ് എൻ്റെ കാതുകളെ ഉണർത്തുന്നു എന്നാണ്. കാതുകൊണ്ട് ശരിയായ വിധത്തിൽ കേൾക്കുന്നതിനെയാണ് അനുസരണമെന്ന് വിളിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ദൈവത്തിൻ്റെ വചനം ജീവിക്കുക, അതാണ് യഥാർത്ഥ ദൈവാരാധന. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, യൂദാസ് കറിയോത്ത ഒരു കരാർ ഉറപ്പിക്കുകയാണ് പ്രധാന പുരോഹിതന്മാരുമായിട്ട്. 30 വെള്ളിക്കാശിനുള്ള അവനൊരു കരാർ ഉറപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? ഇതാണ് അവൻ്റെ ചോദ്യം പ്രധാന പുരോഹിതന്മാരോട്. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന്. ജീവിതത്തിൻ്റെ വിളി തിരിച്ചറിയാത്തവൻ പെട്ടുപോകാനിടയുള്ള അപകടത്തിൻ്റെ സൂചനയാണ് യൂദാസ്. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ വിളി തിരിച്ചറിയാത്തവൻ പെട്ടുപോകുന്ന ഇടത്തിൻ്റെ അപകടത്തിൻ്റെ സൂചനയാണ് യൂദാസ് എന്ന് പറയുന്നത്. യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്ന ഒരു ദൗത്യമാണ് യൂദാസിന് ഉണ്ടായിരുന്നത്. എന്നാൽ അവനിവിടെ ഒറ്റുകാരനായിട്ട് മാറുകയാണ്. അപ്പസ്തോലൻ എന്ന പദവിയിൽ നിന്ന് ഒറ്റുകാരൻ എന്ന പദവിയിലേക്ക് യൂദാസ് വഴിമാറിപ്പോയി. ഒരുപക്ഷെ ഇത് എന്നെ കേൾക്കുന്ന സുഹൃത്തെ, നമ്മുടെയൊക്കെ ജീവിത വിളികൾ പലപ്പോഴും ഈ ജീവിത വിളികളിൽ നമ്മൾക്ക് ഒരുപക്ഷെ സംഭവിക്കാവുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് പൗരോഹിത്യത്തിലാകാം, സന്യാസത്തിലാകാം, ദാമ്പത്യ ജീവിതത്തിലാകാം. നമ്മുടെയൊക്കെ ലഭിച്ചിരിക്കുന്ന ദൈവവിളിയിൽ അതിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയാതെ പോയാൽ നമ്മൾ ചെന്നുപെടുന്ന അപകടത്തിൻ്റെ സൂചനയാണ് യൂദാസ് ഇന്നിവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈശോ പറയുന്നു, എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഇതൊരു സുഹൃത്തിൻ്റെ നൊമ്പരമാണ്. സൗഹൃദങ്ങളിലെ ഒരു വേദനയാണ് ഇത്. ചങ്കായിട്ട് കൂടെ നിന്നവൻ, ചങ്കായിട്ട് കൂടെ നടന്നവൻ, അവൻ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ നമ്മളെ തനിച്ചാക്കി പോകുമ്പോൾ, നമ്മളെ ഒരുപക്ഷെ ഒറ്റിക്കൊടുക്കുമ്പോൾ, സുഹൃത്തെ, നീയും ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഈ വേദന. ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നു, എന്നോട് കൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന. നമ്മളൊക്കെ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ പാത്രത്തിൽ നിന്നൊക്കെ നമ്മൾ എടുത്തു ഭക്ഷിക്കും. അതവിടെ കാണിക്കും നമ്മുടെ സൗഹൃദത്തിൻ്റെ ആഴങ്ങളാണ്. അപരിചിതരുടെ പാത്രത്തിൽ നിന്ന് നാം ഒരിക്കലും ഭക്ഷണം എടുത്ത് കഴിക്കില്ല. നമ്മുടെ ചങ്കായിട്ട് കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, അവിടെ പാത്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഭക്ഷണങ്ങൾ എടുത്തു കഴിക്കും. ഈശോ പറയണ, താൻ ചങ്കായിട്ട് കൊണ്ടു നടന്ന ഒരുവൻ, എന്നോടൊപ്പം ഈ ഭക്ഷണം കഴിക്കുന്ന ഒരുവൻ, അവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നേ ദിനത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ
അപ്പസ്തോലൻ ഒറ്റുകാരനായിട്ട് മാറുന്നുവെങ്കിൽ നൊയമ്പ് കാലഘട്ടത്തിലെ വിശുദ്ധ വാരത്തിലാണ് നമ്മളിപ്പോൾ. ഈ ഒരു വിശുദ്ധ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ, വിശുദ്ധ വാരത്തിലായിരിക്കുമ്പോൾ ഇനിയും നമ്മുടെ ഈശോയെ നമ്മൾ ചങ്കിലേറ്റുന്നില്ലെങ്കിൽ, ചങ്കിൽ കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ, ഞാനും സുഹൃത്തെ നീയും ഒരു ഒറ്റുകാരൻ്റെ റോളിലേക്ക് മാറുന്നുണ്ടാകാം. നമുക്ക് ആത്മപരിശോധന നടത്താം. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഈശോ നമുക്ക് നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.